കോൺഗ്രസും UDF-ഉം എന്തിനാണ് ഈ പ്രതിഷേധ നാടകം കളിക്കുന്നത്? യുക്തിസഹമായ ഒരു വിശദീകരണം നൽകാൻ KPCC പ്രസിഡന്റിനോ പ്രതിപക്ഷ നേതാവിനോ കഴിയുന്നില്ല. മന്ത്രിസഭ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് സർക്കാർ സംവിധാനത്തിലെ തന്നെ മാതൃകാ വ്യതിയാനമാണ്. നവകേരള സദസ്സിന് മുന്നോടിയായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഭാത യോഗം നടത്തുന്നു. സാമൂഹ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ളവർ പങ്കെടുക്കുന്നു. മണ്ഡലത്തിലെ മാത്രമല്ല പൊതുവായ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നു. നടപ്പാക്കേണ്ട പദ്ധതികളെയും പരിപാടികളെയും പറ്റി മന്ത്രിസഭ പുതിയ ബോധ്യങ്ങളിലെത്തുന്നു. ഈ പ്രതികരണങ്ങളുടെ കാമ്പും കഴമ്പും ഉൾക്കൊണ്ടാണ് ഓരോ സ്ഥലത്തും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നത്. അതിലും പൊതു പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നു. മാധ്യമ പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മുഖ്യമന്ത്രി കാതുകൂർപ്പിക്കുന്നു. ഇതിനു ശേഷമാണ് നവകേരള സദസ്സിലേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രി എത്തും മുമ്പേ മന്ത്രിമാർ സദസ്സിലെത്തുന്നവരുമായി സംസാരിക്കും. വിവിധ കൗണ്ടറുകളിൽ ഉദ്യോഗസ്ഥർ പരാതികളും അപേക്ഷകളും സ്വീകരിക്കും. അവ ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് പരിഹാരത്തിനായി അയക്കും. സർക്കാർ നടപടികളെക്കുറിച്ചും നടപ്പാക്കേണ്ട കാര്യങ്ങളെയും അതിനു പിന്നിലെ പ്രശ്നങ്ങളെയും സാധ്യതകളെയും കുറിച്ചുമെല്ലാം മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ വിശദമായി സംസാരിക്കും. ഇങ്ങനെ 4-5 തട്ടുകളിലെ നടത്തുന്ന സംവാദങ്ങളിലൂടെ കേരളീയ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അവയുടെ സാകല്യാവസ്ഥയിലുള്ള ധാരണയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഇതിന്റെ വെളിച്ചത്തിലും കരുത്തിലും നവകേരള സൃഷ്ടി എന്ന വിലോപനീയമായ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്തുക, ഇതാണ് നവകേരള സദസ്സിന്റെ പൊതു സ്വരം. സാധാരണ നിലയിൽ കേരളത്തിന്റെ പുരോഗതി കാംക്ഷിക്കുന്ന ഏതൊരാളും ഇരു കൈയും നീട്ടി സ്വീകരിക്കേണ്ട ഒന്നാണിത്. പിന്നെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷവും BJPയും മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? 1957 മുതലുള്ള ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ ഇതിന് ഉത്തരം ലഭിക്കും. 57-ലെ EMS സർക്കാരിന്റെ കാലം തൊട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകിയ സർക്കാരുകൾ കൈക്കൊണ്ട പുരോഗമനപരമായ നടപടികൾക്കെല്ലാം തുരങ്കം വെക്കാനും പരാജയപ്പെടുത്താനുമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ശ്രമിച്ചിട്ടുള്ളത്. 2016-ലെ ഒന്നാം പിണറായി സർക്കാർ ലൈഫ്, ആർദ്രം, ശുചിത്വ മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്നിങ്ങനെ 4 മിഷനുകൾ കൊണ്ടുവന്ന് കേരളത്തെ വികസനത്തിന്റെയും സാമൂഹ്യ സുരക്ഷയുടെയും പുതിയ വിധാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താൻ നടത്തിയ പരിശ്രമങ്ങളെ തകർക്കാനാണ് കോൺഗ്രസും UDF-ഉം ശ്രമിച്ചത്. കോൺഗ്രസിന്റെ ഒരു MLA തന്നെ ലൈഫ് പദ്ധതി ഇല്ലാതാക്കാൻ കേസുകൾ അടക്കം സകലതും ചെയ്തു നോക്കി. അടിസ്ഥാനമില്ലാത്ത അഴിമതി ആരോപണം ഉന്നയിച്ച് ആർദ്രം പദ്ധതിക്ക് ഇടങ്കോലിടാനും അവർ ശ്രമിച്ചു. മറ്റു പദ്ധതികൾക്കെതിരെയും സമാനമായ ജനവിരുദ്ധ സമീപനം സ്വീകരിച്ചു. നിപ്പയും കോവിഡും എല്ലാം കേരളത്തെ ഗ്രസിച്ചപ്പോൾ ഈ നാട് എങ്ങനെയും നശിച്ചു പോകട്ടെ എന്ന സമീപനമാണ് കോൺഗ്രസും UDF-ഉം സ്വീകരിച്ചത്. പ്രളയ ദുരിതാശ്വാസത്തിലേക്ക് നയാ പൈസ പോലും നൽകരുതെന്ന് പ്രസംഗിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് ചെറിയ തുക കടമായി സർക്കാരിലേക്ക് അടയ്ക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ ഉത്തരവ് കീറിയെറിഞ്ഞാണ് കോൺഗ്രസ് അനുകൂല സംഘടന പ്രതികരിച്ചത്. നവകേരള സദസ്സിനോട് ഇക്കൂട്ടർ കാട്ടുന്ന നിഷേധാത്മക സമീപനവും ഇതിന്റെ തുടർച്ച മാത്രമാണ്. നവകേരള സൃഷ്ടിയുടെ സർവ്വതലങ്ങളിലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും സ്ഥാനം നൽകിയാണ് 2ാം പിണറായി സർക്കാർ പുതിയ വികസന മാതൃക സൃഷ്ടിക്കുന്നത്. വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണ് സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. അത്തരം സന്ദർഭത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെയും മറ്റു സുരക്ഷയ്ക്കൊപ്പം ചാടി വീഴുന്ന യൂത്ത് കോൺഗ്രസുകാരുടെ ജീവൻ രക്ഷിക്കുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമായി മാറി. അത്തരം ശ്രമങ്ങൾക്കിടയിൽ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വരുന്നത് സ്വാഭാവികം മാത്രമാണ്. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.